കശ്മീരിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം കേന്ദ്രം അടച്ചുപൂട്ടിയിരിക്കുകയാണ്. കശ്മീരിൽ എന്താണ് നടക്കുന്നത്? കശ്മീരിനകത്തൊരു വമ്പൻ ഓപ്പറേഷൻ കേന്ദ്രം ഇപ്പോൾ നടത്തുന്നുവെന്ന സുപ്രധാനമായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പ്രധാനമായും കശ്മീരിൽ ഭീകരർ പഹൽഗാമിലേക്ക് എത്തിയത് കാട് വഴിയാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. നമ്മുടെ ആവേശകുമാരന്മാരുടെ ചില വാക്കുകൾ നമുക്ക് ഇടയ്ക്ക് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഈ കാട് മുഴുവൻ വെട്ടിത്തളിച്ചാൽ പോലെ, ഈ കാടിന് മുകളിൽ ഭീകരരെ തകർക്കാൻ ബോംബിട്ടാൽ പോലെ, എങ്കിൽ പിന്നെ കശ്മീർ ക്ലീൻ ആയി കിട്ടില്ലേ? ഭീകരർ കുളിച്ചിരിക്കാൻ ഒരു ഭാഗത്ത് മലനിരകളിൽ വമ്പൻ കാടാണ്. ഈ കാട് തകർത്തു കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യക്ക് ഭീകരരുടെ ശല്യം ഉണ്ടാകില്ലല്ലോ, ഇന്ത്യൻ സൈന്യത്തിന് കാര്യങ്ങൾ എളുപ്പമാകില്ലേ എന്നൊക്കെയാണ് ഇവിടെയുള്ള ചില ആവേശകുമാരന്മാർ ചോദിക്കുന്നത്. അവരുടെ ചോദ്യം ന്യായമാണ്, പക്ഷേ അതിൽ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ കാട്ടിനകത്ത് ഗോത്ര വിഭാഗങ്ങളും വനവാസികളായിട്ടുള്ള ഹിന്ദുക്കളും മുസ്ലിങ്ങളായിട്ടുള്ള ചില ആൾക്കാരും താമസിക്കുന്നുണ്ട്. പഹാരികൾ, ഗുജ്ജാറുകൾ എന്നൊക്കെയാണ് ഇവരെ വിളിക്കുന്നത്. ഇതിനകത്ത് ഇവരുടെ ഗ്രാമങ്ങളുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അങ്ങനെ എങ്ങനെയൊന്നും നമുക്ക് ആ കാട് വെട്ടിത്തെളിക്കാനോ ആ കാടിന് മുകളിൽ കൂടെ ബോംബ് വർഷിക്കാനോ കഴിയില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ പാരിസ്ഥിതികമായിട്ടുള്ള ചില പ്രശ്നങ്ങളുമുണ്ട് എന്ന കാര്യം ആദ്യം മനസ്സിലാക്കുക. എന്നാൽ സൈന്യം ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? കശ്മീരിനകത്ത് ആഭ്യന്തര ശത്രുക്കൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ആർക്കും വേണ്ട. 150 പേരെയാണ് കശ്മീരിൽ ഇപ്പോൾ കേന്ദ്രം കശ്മീർ മുഴുവൻ പൂട്ടി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കശ്മീരികളെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവർക്ക് പാക് ചാര സംഘടനയായ ISIയുമായി നേരിട്ട് ബന്ധമുണ്ട് എന്നാണ് ഇപ്പോൾ കൃത്യമായി ഇന്ത്യൻ സേനയും NIA നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയും കണ്ടെത്തിയിരിക്കുന്നത്. ഇനി ഈ ആക്രമണത്തിന് ശേഷം കാട്ടിനകത്തേക്കാണ് ഭീകരർ പോയിരിക്കുന്നത്. ഈ കാട്ടിനകത്തെ ഭീകരരെ തെരയുക എന്നുള്ളത് വളരെയധികം ദുഷ്കരമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ്, അല്ലെങ്കിൽ ഒരു നടപടിയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സേനയ്ക്ക് ഭീകരരെ ജീവനോടെ പിടിക്കാനാണ് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത്. പക്ഷേ അത് എത്രത്തോളം പ്രാവർത്തികമാകും എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. ഇപ്പോൾ സേന ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാട്ടിനകത്തുള്ള ഈ ഗ്രാമങ്ങൾ, അതായത് ഈ ഗോത്ര വിഭാഗങ്ങളുടെ ഗ്രാമങ്ങൾ, വനവാസി വിഭാഗങ്ങളുടെ ഗ്രാമങ്ങൾ എല്ലാം തന്നെ ഒഴിപ്പിക്കുകയാണ്. അവരെ എല്ലാവരെയും നാട്ടിലേക്ക് കൊണ്ടുവന്ന് ഇത്ര സമയത്തേക്ക് നിങ്ങൾ ഇനി ഇവിടെ തങ്ങിയാൽ മതി, കാടിനകത്തേക്ക് പോകണ്ട എന്ന് പറഞ്ഞ് സൈന്യം കാടിനകത്തേക്ക് ഇരച്ച് കയറുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഈ ഗ്രാമങ്ങളിലാണ് ഈ ഭീകരർ, അതായത് കാട്ടിനകത്തേക്ക് ആക്രമണത്തിന് ശേഷം ഒളിക്കാനായി പോയ ഭീകരർ ഭക്ഷണവും വെള്ളവും തേടി വരുന്നത്. ശേഷം ഈ ഗ്രാമവാസികളെ തോക്കിൻ മുന്നിൽ നിർത്തി ഇവർ ഭക്ഷണവും വെള്ളവും അവരിൽ നിന്ന് കൈവശപ്പെടുത്തുന്ന ഒരു കാഴ്ചയുമുണ്ട്. അതുകൊണ്ടാണ് സൈന്യം ഇപ്പോൾ ഈ ഗ്രാമങ്ങളെല്ലാം ഒഴിപ്പിച്ചതിന് ശേഷം ഈ ഗ്രാമങ്ങളിലേക്കും ഈ കാടിനകത്തേക്കും സമ്പൂർണ്ണമായി വളഞ്ഞ് ഒരു സംയുക്തമായിട്ടുള്ള ഒരു വമ്പൻ ഓപ്പറേഷൻ നടത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ രണ്ടുണ്ട് കാര്യങ്ങൾ. ഈ കാടിനകത്തുള്ള ഗ്രാമങ്ങളിൽ ഇനി ഭീകരർക്ക് ഒളിച്ചിരിക്കാൻ കഴിയില്ല. അതിൻ്റെ കൃത്യമായിട്ടുള്ള നടപടി സേന അവിടെ എടുക്കുമെന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, കശ്മീരിനകത്തുള്ള ആഭ്യന്തര ശത്രുക്കൾ. ഈ ആഭ്യന്തര ശത്രുക്കൾക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് ആർക്കും അറിയില്ല. കാരണം കശ്മീർ പൂർണ്ണമായി അടച്ചിട്ടിരിക്കുകയാണ്. ഏതാണ് എന്നുള്ള വാർത്തകളൊന്നും തന്നെ കശ്മീരിൽ നിന്ന് പുറത്തു വരുന്നില്ല. അതുകൊണ്ട് ഈ ആഭ്യന്തര ശത്രുക്കളെ സേന എന്ത് നടപടിക്ക് വിധേയമാക്കും എന്നുള്ള കാര്യത്തിലും നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. എന്തായാലും ഒരു വമ്പൻ ഓപ്പറേഷൻ തന്നെയാണ്. പാകിസ്ഥാനിൽ ഒരു ഭാഗത്ത് തിരിച്ചടിക്ക് രാജ്യം തയ്യാറെടുക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ കശ്മീരിനകത്തുള്ള ആഭ്യന്തര ശത്രുക്കളെ തീർക്കാനായ ഒരു വമ്പൻ ഓപ്പറേഷൻ തന്നെയാണ് സേന നടത്തുന്നത്. അതിന്റെ കൂട്ടത്തിൽ ഈ ഫോറസ്റ്റ് അടക്കം ഒഴിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് കേന്ദ്രത്തിന്റെയും സേനയുടെയും ഇപ്പോഴുള്ള നടപടി. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.